ഇൻവെന്ററി മൊഡ്യൂളിൽ ലോയൽറ്റി ഫോമിൻ്റെ അണ്ടറിൽ കാർഡ് ഇൻഫോയ്ക്ക് ശേഷം വരുന്ന നെക്സ്റ്റ് ഓപ്ഷനാണ് ലോയൽറ്റി കസ്റ്റമർ. ഈ ഒരു ലോയൽറ്റി കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോയൽറ്റി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ലോയൽറ്റി കസ്റ്റമർ ആഡ് ചെയ്യാൻ സാധിക്കും. ലോയൽറ്റി കസ്റ്റമർ സെർച്ച് എന്ന ഈ ഒരു പേജിൽ നമ്മൾ ഇതുവരെ ഏതൊക്കെ ലോയൽറ്റി കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ടോ അത്തരത്തിലുള്ള കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ഡാറ്റ ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കസ്റ്റമർ നെയിം കാണാം. അതുപോലെ ഓരോ കസ്റ്റമറുടെയും ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഓരോ കസ്റ്റമറെയും ആഡ് ചെയ്തിരിക്കുന്നത് ഏത് കാർഡിലാണോ അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാർഡ് നെയിമിന് ശേഷം ഓരോ കാർഡിൻ്റെയും നമ്പർ, പോയിന്റ് ബാലൻസ്, അതുപോലെ തന്നെ പോയിന്റ് വാല്യൂ, ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കസ്റ്റമറുടെയും അല്ലെങ്കിൽ ഓരോ കസ്റ്റമറുടെയും അണ്ടറിലുള്ള കാർഡിൻ്റെ പോയിന്റ് വാല്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഓപ്പണിംഗ് പോയിന്റ്സ് നമുക്ക് കാണാം. നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ഏൺ ഫ്രം സെയിൽസ്. സെയിൽസിലൂടെ എത്ര പോയിന്റ്സ് നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ടോ അത്രയും പോയിന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ ഏൺ പോയിന്റ്സ്, റിഡീം ചെയ്ത പോയിന്റ്സ്, പോയിന്റ് ബാലൻസ്, 1 പോയിന്റ് വാല്യൂ ആൻഡ് പോയിന്റ് ടോട്ടൽ വാല്യൂ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ടാബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഡാറ്റ ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ വ്യൂ ഐക്കൺ അവൈലബിൾ ആണ്. ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോയൽറ്റി കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം വ്യൂ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് മോർ ഓപ്ഷൻസ് ആണ്. ഈ ഒരു മോർ ഓപ്ഷൻസിൻ്റെ മെനു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് എഡിറ്റ് ഓപ്ഷൻ ആണ്. എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോയൽറ്റി കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് വ്യൂ ഹിസ്റ്ററി എന്ന ഓപ്ഷനാണ്. ഈ ഒരു വ്യൂ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോയൽറ്റി ഹിസ്റ്ററി എന്നൊരു പേജാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ലോയൽറ്റി കസ്റ്റമറുടെ ഹിസ്റ്ററി ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ആ ഒരു കസ്റ്റമറുടെ ഇൻവോയ്സ് ചെയ്ത ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ചെയ്ത ഡേറ്റ്, ഏത് ബ്രാഞ്ചിലാണോ അല്ലെങ്കിൽ HOയിലാണോ ഇൻവോയ്സ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ടൈപ്പ്, സ്കീം, നമ്പർ, പോയിന്റ് ആൻഡ് പോയിന്റ് വാല്യൂ, ഇങ്ങനെ ഓരോ പർച്ചേസിലും ക്രെഡിറ്റ് ആയ പോയിന്റ് വാല്യൂ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫോമിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഈ ഒരു ലോയൽറ്റി കസ്റ്റമർ സെർച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഫിൽറ്റർ ഓപ്ഷനാണ്. ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോയൽറ്റി കസ്റ്റമർ ഡാറ്റ എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കസ്റ്റമർ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, കാർഡ് നമ്പർ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബൈ ഇഷ്യൂ ഡേറ്റ് എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ് ഫ്രം ആൻഡ് ഡേറ്റ് ടു സെലക്ട് ചെയ്തുകൊണ്ടും, അതുപോലെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഫ്രം ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ പർട്ടിക്കുലർ കാർഡിൻ്റെയും ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് സെർച്ച് ബാർ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ കസ്റ്റമർ നെയിം അല്ലെങ്കിൽ കസ്റ്റമറുടെ ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മാത്രം സെർച്ച് ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് ആഡ് ന്യൂ ലോയൽറ്റി കസ്റ്റമർ ആണ്. ഒരു ന്യൂ ലോയൽറ്റി കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ റൈറ്റ് സൈഡിൽ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ലോയൽറ്റി കസ്റ്റമറുടെ ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഒരു ന്യൂ ലോയൽറ്റി കസ്റ്റമർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ ലോയൽറ്റി കസ്റ്റമർ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ലോയൽറ്റി കസ്റ്റമറിൻ്റെ ഫോമാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലോയൽറ്റി കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാർഡ് നെയിം സെലക്ട് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കാർഡിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു ടാബിൽ അവൈലബിൾ ആയിട്ട് വരും. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് കാർഡ് ഇഷ്യൂ ചെയ്യാനുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അപ്പിയർ ആവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ കാർഡിനും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാലിഡേഷൻ ഡേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ സെർച്ച് ഐക്കൺ കാണാം. ഈ ഒരു സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കസ്റ്റമർ മാസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കസ്റ്റമറെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കസ്റ്റമർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അപ്പിയർ ആവുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് കസ്റ്റമറുടെ ലാസ്റ്റ് നെയിം, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്, അത്തരത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു കാർഡ് നമ്പർ എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ കാർഡ് നമ്പർ ഓട്ടോമാറ്റിക്കലി അപ്പിയർ ആവണമെങ്കിൽ പ്രിഫറൻസിലുള്ള ലോയൽറ്റി ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. ഇനി അതല്ല നമുക്ക് മാനുവലി ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻവെൻറ്ററിയിലുള്ള ലോയൽറ്റി ഫോമിൽ കാർഡ് ഇൻഫോ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട്
നമുക്ക് വേണ്ട കാർഡിൻ്റെ നമ്പർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻഫോയിൽ കാർഡ് നമ്പർ അലോക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്പർ അപ്പിയർ ആവുന്നതായിരിക്കും. നമുക്കിവിടെ കാർഡ് ഇൻഫോ അലോക്കേറ്റ് ചെയ്ത ഒരു കാർഡിൻ്റെ നമ്പർ നോക്കാം. ഇവിടെ നമ്മൾ കാർഡ് ഇൻഫോ അലോക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് നമ്പർ ഇവിടെ അപ്പിയർ ആവുന്നത് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ വരുന്നത് നമുക്ക് ബ്രാഞ്ച് അല്ലെങ്കിൽ HO സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ലോയൽറ്റി കസ്റ്റമർക്ക് ലോയൽറ്റി കാർഡ് റെഡീം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ HOയിൽ മാത്രമായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ലോയൽറ്റി കസ്റ്റമർക്ക് കാർഡ് റെഡീം ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് കസ്റ്റമർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ഫാമിലി ആൻഡ് വർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു പേജാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വർക്ക് ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ വർക്ക് സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 2 ID കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ID കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഫാമിലി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫാമിലി ഡീറ്റെയിൽസ് നമുക്ക് സ്പോസ് നെയിം അതുപോലെ തന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻസ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ചിൽഡ്രൻസ് നെയിം ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്ത കാർഡിൻ്റെ ഓപ്പണിംഗ് പോയിന്റ്സ് ആൻഡ് ടോട്ടൽ ഏൺഡ് റെഡീംഡ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ ലോയൽറ്റി കസ്റ്റമർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ന്യൂ ലോയൽറ്റി കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോയൽറ്റി കസ്റ്റമർ സെർച്ചിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റോ അല്ലെങ്കിൽ ചേഞ്ചോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ലോയൽറ്റി കസ്റ്റമർ ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.